രഞ്ജി ട്രോഫിയിൽ കേരളത്തിന്റെ അടുത്ത മത്സരം നടക്കുന്നത് ഒക്ടോബർ 25-ാം തീയതിയാണ്. സീസണിലെ രണ്ടാം മത്സരത്തിൽ കേരളം നേടാൻ വേണ്ടി പോകുന്നത് പഞ്ചാബിനെയാണ്. ഹോം ഗ്രൗണ്ടിൽ നടന്ന സീസണിലെ ആദ്യ മത്സരത്തിൽ കേരളത്തിന് നിരാശയായിരുന്നു ഫലം. മഹാരാഷ്ട്രയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ 1 ഇന്നിംഗ്സ് ലീഡ് നേടാനോ മത്സരം വിജയിക്കാനോ കേരളത്തിന് കഴിഞ്ഞിരുന്നില്ല. ഈ ഒരു മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരമായ സഞ്ജു സാംസണായിരുന്നു കേരളത്തിന്റെ ടോപ്പ് സ്കോറർ ബാറ്റർ. ആദ്യ മത്സരത്തിൽ നേട്ടം നേടാൻ കഴിയാത്ത സാഹചര്യത്തിൽ കേരളത്തെ സംബന്ധിച്ച് പഞ്ചാബിനെതിരെയുള്ള മത്സരം നിർണായക മത്സരമായി മാറുകയാണ്. ഈ ഒരു മത്സരം ആരംഭിക്കും മുമ്പ് തന്നെ ഇപ്പോൾ കേരളത്തിന് വൻ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ആദ്യ മത്സരത്തിലെ കേരളത്തിന്റെ ടോപ്പ് സ്കോറർ ബാറ്ററായ സഞ്ജു സാംസൺ പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിൽ കേരളത്തിന് വേണ്ടി കളിക്കില്ല. ഓസ്ട്രേലിയക്കെതിരെ നടക്കുന്ന T20 പരമ്പരയിൽ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായതുകൊണ്ട് ഒക്ടോബർ 29 മുമ്പ് തന്നെ സഞ്ജുവിന് ഓസ്ട്രേലിയയിലേക്ക് തിരിക്കണം. ഈ ഒരു സാഹചര്യത്തിലാണ് സഞ്ജു സാംസന് കേരളത്തിന്റെ പഞ്ചാബിനെതിരെയുള്ള മത്സരം നഷ്ടമാകുന്നത്. ഇതുകൂടാതെ കർണാടകയ്ക്കെതിരെയും സൗരാഷ്ട്രയ്ക്കെതിരെയും നടക്കുന്ന അടുത്ത 2 മത്സരങ്ങളിലും സഞ്ജുവിന് നഷ്ടമാകുമെന്നാണ് റിപ്പോർട്ട്. നവംബർ 16-ന് മധ്യപ്രദേശിനെതിരെ നടക്കുന്ന കേരളത്തിന്റെ മത്സരത്തിലായിരിക്കും സഞ്ജു രഞ്ജിയിലേക്ക് മടങ്ങിവരവ് നടത്തുക. എന്തായാലും കേരളത്തെ സംബന്ധിച്ച് സഞ്ജു സാംസന്റെ അസാന്നിധ്യം വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. കേരള രഞ്ജി ട്രോഫിയിൽ കേരളത്തിന്റെ മത്സരങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.